Hello students, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഒരുപാട് പേർക്ക് ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ കൺഫ്യൂസിങ് എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണിത്. ബട്ട് ഐ തിങ്ക് അറ്റ് ദ എൻഡ് ഓഫ് അവർ ചാപ്റ്റർ യുവർ കോൺസെപ്റ്റ് വിൽ ബി ക്രിസ്റ്റൽ ക്ലിയർ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോസിന്തസിസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നുള്ളത് ചെറിയ പോയിന്റ്സ് ആയിട്ട് നമുക്ക് ബേസിക് ഇൻട്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ്, photosynthesis, it is a process of conversion of inorganic compounds into organic compound. ഇവിടെ inorganic compound ഏതാ നമുക്കറിയാം. Plants utilizes carbon dioxide to make glucose. So ഇവിടെ inorganic compound ഏതാ? Carbon dioxide. Organic എന്താ? Glucose, C6H12O6 glucose. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ദാറ്റ്സ് എ റിഡക്ഷൻ പ്രോസസ്സ്. പിന്നെ ഈ ഒരു ഫോട്ടോസിന്തസിസ് പ്രോസസ്സിൽ നമുക്കറിയാം ഫുഡ് ഉണ്ടാക്കുകയാണ് അല്ലേ, അതായത് എനർജി ബിൽഡ് ചെയ്യാണ്. അങ്ങനെ എനർജി ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ വിളിക്കുക? ആനബോളിക് പ്രോസസ്. സോ ഫോട്ടോസിന്തസിസ് എ ആനബോളിക് പ്രോസസ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ബിൽഡിംഗ് അപ്പ് ഓഫ് എനർജി അല്ലേ, ബിൽഡിംഗ് അപ്പ് ഓഫ് എനർജി. അങ്ങനെയാണ് വെച്ചാൽ എനർജി ബ്രേക്ക് ചെയ്യണതിന് നമ്മൾ എന്ത് പ്രോസസ്സ് എന്ന് വിളിക്കുക? കാറ്റബോളിസം അല്ലെങ്കിൽ കാറ്റബോളിക് പ്രോസസ്. നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ആനബോളിസം ഉണ്ട്, കാറ്റബോളിസം ഉണ്ട്. ടോട്ടലി മെറ്റബോളിസം എന്നും പറയുന്നു. അപ്പോൾ കാറ്റബോളിസം എവിടെ സാധാരണയായിട്ട് സംഭവിക്കാറ്? റെസ്പിറേഷനിൽ അല്ലേ. അപ്പോൾ നമുക്കത് റെസ്പിറേഷൻ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കമ്മിങ് ടു ദ പോയിന്റ്, നമ്മൾ പറഞ്ഞത് ഒരു ആനബോളിക് പ്രോസസ്സാണ്. ഇനി ഫോട്ടോസിന്തസിസിൽ ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഫിസിയോ കെമിക്കൽ ചേഞ്ചസ്. ഇവിടെ പ്ലാന്റ്സ് സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്തിട്ട് വേറൊരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് എനർജി? കെമിക്കൽ എനർജി. സോ ലൈറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു റിയാക്ഷനിൽ ഒരുപാട് എൻസൈംസ് പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എൻ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ. ഓക്കെ, ഇനി എന്തിനാണ് ഫോട്ടോസിന്തസിസ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്? നമുക്കറിയാം ഫോട്ടോസിന്തസിസ് ഇറ്റ് ഈസ് എ ബേസിക് ഓഫ് ഓൾ ദ ഫുഡ് ചെയിൻ അല്ലേ. ഫുഡ് ചെയിൻ്റെ ബേസിക് ആണ്. അത് മാത്രമല്ല ഈ എർത്തിൽ റിലീസ് ചെയ്യുന്ന ഓക്സിജൻ ഇറ്റ്സ് എ ബൈ പ്രൊഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. സോ രണ്ട് സിഗ്നിഫിക്കൻസ്, ഒന്ന് ബേസിക് ഓഫ് ഫുഡ് ചെയിൻ, രണ്ട് O2 released on earth is byproduct of this process. Okay, അപ്പോൾ ബേസിക് ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം, ഓൾഡ് എക്സ്പെരിമെന്റ്സ്. സോ ഫോട്ടോസിന്തസിസിന്റെ ബേസിൽ ഒരുപാട് എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് എക്സ്പെരിമെന്റ്സ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെന്റിലോട്ട് കടക്കാം, വാരിയേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്. സോ ഓൾഡ് എക്സ്പെരിമെന്റ് ടോപ്പിക് ആണിത്, വാരിയേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്. എന്താണ് വാരിയേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്? ഒരു ലീഫ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മളൊരു ബ്ലാക്ക് പേപ്പർ വെച്ച് കവർ ചെയ്യാം കുറച്ച് നേരം. അങ്ങനെ നമ്മൾ ലൈറ്റിൽ കുറച്ച് നേരം എക്സ്പോസ് ചെയ്തിട്ട് സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു ഗ്രീൻ ഏരിയ സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റിനെ പോസിറ്റീവ് കാണിക്കുന്നുണ്ട്, സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റിനെ. പക്ഷേ ഈ ഒരു ബ്ലാക്ക് പേപ്പർ വെച്ചുള്ള കവർ ചെയ്തിട്ടുള്ള ഏരിയ സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റിനെ നെഗറ്റീവാണ് കാണിക്കുന്നത്. സോ എന്താണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഇൻഫറൻസ് പറയുന്നത്? ഇൻഫറൻസ് മീൻസ് കൺക്ലൂഷൻ. എന്താണ് എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻ? ഗ്രീൻ ഏരിയ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടന്നുകൊണ്ടാണല്ലോ സ്റ്റാർച്ചിൻ്റെ അവിടെ പോസിറ്റീവ് കാണിക്കുന്നത്. സോ ആ ഒരു ഗ്രീൻ ഏരിയനെ ഈ ബ്ലാക്ക് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഉള്ളതുകൊണ്ടാണ് അവിടെ ഫോട്ടോസിന്തസിസ് നടക്കാനിത് അല്ലേ. സോ ഗ്രീൻ ഏരിയ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫോട്ടോസിന്തസിസ്. So this is the inference of this experiment. Clear? അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് സിമ്പിൾ ആണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലോട്ട് പോവാം. അടുത്ത എക്സ്പെരിമെന്റിന്റെ പേരാണ് വോൺ മോൾ ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ്.
Von Mohl half leaf experiment. എന്താണ് വോൺ മോൾ ഹാഫ് ലീഫ് എക്സ്പെരിമെന്റിൽ പറയുന്നത്? ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കാം. ടെസ്റ്റ് ട്യൂബിലെ ഒരു കെമിക്കൽ ആഡ് ചെയ്യാം. ഏത് കെമിക്കലാണെന്നറിയോ? നമ്മുടെ കെമിക്കൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് KOHന്. സോ ഇതിങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു ലീഫ് എടുത്തിട്ട് ലീഫിന്റെ ഹാഫ് പോർഷൻ ഈ ടെസ്റ്റ് ട്യൂബിനകത്തും ഹാഫ് പോർഷൻ ടെസ്റ്റ് ട്യൂബിന്റെ പുറത്തും വെക്കുക. അതിനുശേഷം നമ്മൾ അപ്പം എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? ടെസ്റ്റ് ട്യൂബിനകത്തുള്ള ഭാഗത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം KOH വലിച്ചെടുത്തുണ്ടാവും അല്ലേ? അങ്ങനെ എന്നിട്ട് നമ്മൾ എഗെയിൻ അയോഡിൻ ടെസ്റ്റ് നടത്തുക. അയോഡിൻ ടെസ്റ്റ് നടത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഈ ഒരു പുറത്ത് നിൽക്കുന്ന ഭാഗം പോസിറ്റീവ് ടെസ്റ്റ് തരും. അതായത് ബ്ലൂ ബ്ലാക്ക് കളർ തരും അല്ലേ? ബ്ലൂ ബ്ലാക്ക് കളർ പോസിറ്റീവ് ടെസ്റ്റ് ഫോർ അയോഡിൻ. പക്ഷെ നമ്മൾ ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ച്? ഇവിടെ നെഗറ്റീവ് ടെസ്റ്റ് ആണ് തരുന്നത്. അതായത് അവിടെ ബ്ലൂ ബ്ലാക്ക് കളർ തരുന്നില്ല. അതിനർത്ഥം എന്താണ്? ഈ കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം വലിച്ചെടുത്തുകൊണ്ട് മാത്രം വരുന്ന ഡിഫറൻസ് ആണ്. സോ ദാറ്റ് മീൻസ് ഈ ഒരു റീജിയനിൽ അവിടെ ഫോട്ടോസിന്തസിസ് നടന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഇൻഫറൻസ് എന്താണ്? ഇൻഫറൻസ് ഓഫ് ദിസ് എക്സ്പെരിമെന്റ്, ഇൻഫറൻസ് carbon dioxide is very important for photosynthesis. Carbon dioxide is very important for photosynthesis. Okay. അപ്പോൾ ഇവിടുന്ന് ചോദ്യം വരാ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന എക്സ്പെരിമെന്റ് ഏതാണ്? വോൺ മോൾ ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ്. അതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽ ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലോട്ട് പോവാം. One of the famous experiment ആണ് ബെൽ ജാർ experiment by Joseph Priestley. ബെൽ ജാർ experiment, ബെൽ ജാർ experiment by Joseph Priestley around year 1770. Okay, ജോസഫ് പ്രീസ്ലി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബെൽ ജാർ എടുത്തു. ഈ ബെൽ ജാറിനകത്ത് ഒരു മൈസിനെ വെച്ചു. ഒരു മൈസിനെ വെച്ചു, കൂടെ ഒരു ബേണിംഗ് ക്യാൻഡിലും വെച്ചു. ഒരു ബേണിംഗ് ക്യാൻഡിലും വെച്ചു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡിന്റെ എക്സസ് കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഓക്സിജൻ കിട്ടാണ്ട് ഈ ഒരു മൈസ് സഫക്കേറ്റ് ചെയ്ത് ഡെഡായി. അത് മാത്രമല്ല ഈ ക്യാൻഡില് എക്സ്റ്റിങ്ക്വിഷ് ആയിപ്പോയി. ക്യാൻഡിൽ എക്സ്റ്റിങ്ക്വിഷ് ആയിപ്പോയി. അപ്പൊ എന്താ സംഭവിച്ചത്? വാട്ട് ഈസ് ദ റിസൾട്ട്? മൈസ് suffocates and dead and burning candle extinguish. എന്നിട്ട് ഇതേ എക്സ്പെരിമെന്റ് തന്നെ ഒരു മിന്റ് പ്ലാന്റിന്റെ പ്രസൻസിൽ വെച്ചു. ഏത് പ്ലാന്റാണ് യൂസ് ചെയ്ത്? മിന്റ് പ്ലാന്റ്. ഓക്കെ, സെയിം setup is placed with the help of a mint plant. Same setup is placed with the help of a mint plant. എന്നിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ എന്താ മനസ്സിലായി വെച്ചാൽ മൈസ് ഈസ് സ്റ്റിൽ അലൈവ്. മൈസ് അലൈവ് ആവും ചെയ്യുന്നുണ്ട്. ക്യാൻഡിൽ കീപ്സ് ബേണിംഗ്. മൈസ് ഈസ് അലൈവ് ആൻഡ് ക്യാൻഡിൽ കീപ്സ് ബേണിംഗ്. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു മൈസും ക്യാൻഡിലും ഡിപ്ലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടില്ല. ഈ എയറിന്റെ ക്വാളിറ്റി ആർക്ക് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റി? ഗ്രീൻ പ്ലാന്റിന് റീസ്റ്റോർ ചെയ്യാൻ പറ്റി. ഇവിടെ മിന്റ് റീസ്റ്റോർ ചെയ്തു. സോ ഇവിടെ എന്താ കാണിക്കുന്നത്? ഗ്രീൻ പ്ലാന്റ് ക്യാൻ റീസ്റ്റോർ ദ എയർ ക്വാളിറ്റി. എയറിന്റെ ക്വാളിറ്റി ഗ്രീൻ പ്ലാന്റ്സിന് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഇമ്പോർട്ടൻസ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് അല്ലേ? സോ വാട്ട് ഈസ് ദ ഇൻഫറൻസ് ഓഫ് ദിസ് എക്സ്പെരിമെന്റ്? ഇൻഫറൻസ്, ഗ്രീൻ പ്ലാന്റ് can restore the quality of the depleted air. Okay, അപ്പോൾ ഇവിടെ ഈ ഒരു എക്സ്പെരിമെന്റ് എന്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിച്ചത്? ഗ്രീൻ പ്ലാന്റ്സിന്റെ അല്ലേ? ഇനി ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ അടുത്ത സയന്റിസ്റ്റ് ചെയ്തത്. സയന്റിസ്റ്റിന്റെ പേര് ജാൻ ഇംഗൻഹൗസസ്. Jan
Ingenhousz. Ingenhousz ജോസഫ് പ്രീസ്ലിയുടെ പോലെ സിമിലർ സെറ്റപ്പ് വെച്ചു. സിമിലർ സെറ്റപ്പ്, സെയിം മിന്റ് പ്ലാന്റ് ഉണ്ട്, മൈസ് ഉണ്ട്, ബേണിംഗ് ക്യാൻഡിൽ ഉണ്ട്. പക്ഷെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 സമയങ്ങളിലായിട്ട് വെച്ചു. ഒന്ന് ഡേ ടൈമിലും വെച്ചു, മറ്റൊന്ന് നൈറ്റ് ടൈമിലും വെച്ചു. ഡേ ടൈമിൽ വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സിമിലർ റിസൾട്ട്, അതായത് സെയിം മൈസ് അലൈവ് ചെയ്തു, കാൻഡിൽ ബേൺ ചെയ്തുകൊണ്ടിരുന്നു, സെയിം റിസൾട്ട് തന്നെ കിട്ടി. പക്ഷെ നൈറ്റ് ടൈമിൽ വെച്ചപ്പോൾ mice is dead even in the presence of mint plant. പ്ലാന്റിന്റെ പ്രസൻസ് ഉണ്ടായിട്ട് പോലും മൈസ് ഡെഡ് ആയി പോയി അല്ലേ? മൈസ് ഡെഡ് even in the presence of mint plant. പിന്നെ വേറൊരു സെറ്റപ്പ് എന്താ വെച്ചാൽ, ഒരു നമ്മുടെ എക്വാട്ടിക് പ്ലാന്റിനെ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് മനസ്സിലായി, നമുക്കറിയാം ഈ എക്വാട്ടിക് പ്ലാന്റ്സിന് പല ഭാഗത്തും ഡിഫറെൻറ്റ് രീതിയിലാണ് ലൈറ്റ് കിട്ടുക. ചില ഭാഗത്ത് കുറച്ച് ലൈറ്റ് കിട്ടും, ചില ഭാഗത്ത് കുറേ ലൈറ്റ് കിട്ടും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണോ ലൈറ്റ് ഇൻറ്റൻസിറ്റി മാക്സിമം അവിടെ ഓക്സിജൻ ബബിൾസ് ഫോം ചെയ്യണതായിട്ട് കാണാൻ പറ്റും. അതിനർത്ഥം എന്താ? ലൈറ്റ് ഇൻറ്റൻസിറ്റി ഉള്ളതുകൊണ്ട് ഫോട്ടോസിന്തസിസ് ഒന്നുകൂടെ ആക്റ്റീവ് ആണെന്നും അവിടെ ഒന്നും കൂടി ഓക്സിജൻ ബബിൾസ് കൂടുതൽ ഫോം ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. സോ ഈ 2 സെറ്റപ്പും എന്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കാണിക്കുന്നത്? ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലേ? ഫോട്ടോസിന്തസിസ് നടക്കണമെങ്കിൽ ലൈറ്റ് അവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. സോ വാട്ട് ഈസ് ദ ഇൻഫറൻസ് ഓഫ് ദിസ് എക്സ്പെരിമെന്റ്? importance of light. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെന്റ്സ് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സയന്റിസ്റ്റിലോട്ട് പോവാം. TW Engelmann. Engelmann ഒരു ആൽഗ യൂസ് ചെയ്തിട്ടാണ് എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്നത്. ആൽഗയുടെ പേര് നോട്ട് ചെയ്തോ? ക്ലെഡോഫോറ. ഈ ക്ലെഡോഫോറനെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് ദിസ് ഇസ് എ ക്ലെഡോഫോറ. എന്നിട്ട് ഒരു പ്രിസം യൂസ് ചെയ്തിട്ട് വൈറ്റ് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തു. നമുക്ക് വിബ്ജിയോർ കിട്ടും. അപ്പോൾ വൈറ്റ് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തു. മാത്രമല്ല ഈ ടെസ്റ്റ് ട്യൂബിനകത്ത് കുറച്ച് എയ്റോബിക് ബാക്ടീരിയാസ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ബ്ലൂ ആൻഡ് റെഡ് റീജിയനിൽ ഒരുപാട് എയ്റോബിക് ബാക്ടീരിയാസ് അട്രാക്ട് ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. സപ്പോസ് ഇതാണ് ഇപ്പോൾ ബ്ലൂ റീജിയൻ, ദിസ് ഇസ് റെഡ് റീജിയൻ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരുപാട് ബാക്ടീരിയാസ് ഇങ്ങനെ അട്രാക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് എന്താണ് കാണിക്കുന്നത്? അതായത് ലൈറ്റ് ഫോട്ടോസിന്തസിസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് പറഞ്ഞ പോലെ തന്നെ ലൈറ്റിൽ തന്നെ റെഡ് ആൻഡ് ബ്ലൂ വേവ് ലെങ്ത് ഇറ്റ് ഈസ് മോർ ആക്റ്റീവ് ഫോർ ഫോട്ടോസിന്തസിസ്. സോ TW Engelmann he drew the first action spectrum of oxygen produced. നമുക്കറിയാം ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലാണ് കൂടുതൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഗ്രാഫ് വരക്കാം. O2 പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നോക്കുമ്പോൾ ദാ this is for blue, this is for red. This graph is called as action spectrum. And this action spectrum, he drew the first action spectrum. Okay, this action spectrum graph is similar to the absorption spectrum of chlorophyll A and chlorophyll B. Chlorophyll A യും chlorophyll B യും ലൈറ്റിന്റെ വേവ് ലെങ്തിനെ അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പാറ്റേൺ തന്നെ ഏകദേശം അതിനോട് സിമിലർ തന്നെയായിരുന്നു ഈ ഒരു ബ്ലൂ ആൻഡ് റെഡ് റീജിയൻ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ആക്ഷൻ സ്പെക്ട്രം ഗ്രാഫ്. ഇറ്റ് ഈസ് ആക്ച്വലി സിമിലർ ടു ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് this graph is absorption spectrum graph. ഇവിടെ നമ്മുടെ y ആക്സിസിൽ വരുന്നത് absorption. This is lambda and then this is for chlorophyll A and chlorophyll B. So TW Engelmann drew the first action spectrum for the oxygen produced, and that graph is similar to the absorption spectrum of chlorophyll A and chlorophyll B.
സോ ഇതാണ് നമ്മുടെ TW ഇംഗൾമാന്റെ എക്സ്പെരിമെന്റ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആൽഗ ഏതാണ്? ക്ലെഡോഫോറ. എന്താ ചെയ്ത് നമ്മുടെ പ്രിസം ഉപയോഗിച്ചിട്ട് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വിബ്ജിയോർ കിട്ടി. അതിൽ റെഡ് ആൻഡ് ബ്ലൂ റീജിയനിൽ ഒരുപാട് എറോബിക് ബാക്ടീരിയാസ് അട്രാക്ട് ആയിട്ടിരിക്കുന്നത്. അതായത് അവിടെയാണ് കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്, കൂടുതൽ ഓക്സിജൻ അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലോട്ട് പോവാം, അല്ലെങ്കിൽ അടുത്ത സയന്റിസ്റ്റിലോട്ട് പോവാം. സയന്റിസ്റ്റിന്റെ പേരാണ് ജൂലിയസ് വോൺ സാഷ്. ജൂലിയസ് വോൺ സാഷ്. സോ ഈ ഒരു സയന്റിസ്റ്റിന് ഓൾറെഡി അറിയാം പ്ലാന്റ്സ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നുണ്ട്, മേക്സ് ഗ്ലൂക്കോസ്, ആൻഡ് ദിസ് ഗ്ലൂക്കോസ് ഈസ് stored in the form of starch. Okay, എന്നിട്ട് അത് എവിടെയാണ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നത്? he know that it is stored in a green area, അല്ലെങ്കിൽ ഗ്രീൻ പാർട്ടിലാണ് അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഈ ഗ്രീൻ പാർട്ട് ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ്. സോ എന്താണ് ജൂലിയസ് വോൺ സാഷ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്? he found the green plant part where the glucose is stored. He found green plant part where glucose is stored. Okay, next നമ്മുടെ ലാസ്റ്റ് സയന്റിസ്റ്റിലോട്ട് വരികയാണ്. സയന്റിസ്റ്റിന്റെ പേര് കോർണലിയസ് വാൻ നീൽ. ഒരു മിഡ് 1920th സെഞ്ചുറി ആകുമ്പോൾ തന്നെ ഒരുവിധം എല്ലാവർക്കും ഫോട്ടോസിന്തസിന്റെ റിക്വയർമെന്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. മിഡ് 19th or 20th century knows about requirement of photosynthesis. So ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസിന്തസിസ് 2 സ്റ്റെപ്പിലാണ് നടക്കുക നമുക്കറിയാം. ഒന്ന് ലൈറ്റ് റിയാക്ഷനിലും ഒന്ന് ഡാർക്ക് റിയാക്ഷൻ, ലൈറ്റിലും ഡാർക്കിലും. അപ്പോൾ നമുക്ക് ലൈറ്റ് റിയാക്ഷൻ്റെ സ്റ്റെപ്പ് എഴുതാം. ലൈറ്റ് റിയാക്ഷനിൽ H2O യൂസ് ചെയ്തിട്ട് ഒരു ഹിൽ ഓക്സിഡന്റ് A. ഈ ഹിൽ ഓക്സിഡന്റ് എന്താണ്? ഹിൽ ഓക്സിഡന്റ് ഇറ്റ് ഈസ് NADP+. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, ഹിൽ ഓക്സിഡന്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വി ഗെറ്റ് ദ കോമ്പൗണ്ട് AH പ്ലസ് ഓക്സിജൻ. സോ ഈ ലൈറ്റ് റിയാക്ഷനിൽ ഓക്സിജൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് റിലീസ് ചെയ്തു. എന്നിട്ട് ഈ ഒരു AH ആണ് ഡാർക്ക് റിയാക്ഷനിലെ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഫോം ചെയ്യണത്. ഓക്കെ, അപ്പോൾ സയൻറ്റിസ്റ്റ് എന്താ ഒബ്സർവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ്, ഫോട്ടോസിന്തസിസ് എന്നുള്ള പ്രോസസ്സ് പർപ്പിൾ ഗ്രീൻ ബാക്ടീരിയ, അത് ഏത് ബാക്ടീരിയ? സൾഫർ ബാക്ടീരിയ അല്ലേ? സൾഫർ ബാക്ടീരിയ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ട്? H2O വെച്ചിട്ടല്ല, പകരം H2S വെച്ചിട്ടാണ്. അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ പ്രോസസ്സ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ബൈ പ്രൊഡക്റ്റ് സൾഫർ ആണ്. സോ ഓക്സിജൻ ബൈ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ അവിടെ വെള്ളം തന്നെ യൂസ് ചെയ്യണം. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് H2O ആണ് യൂസ് ചെയ്യുക. സൾഫർ ബാക്ടീരിയാസ് അവിടെ H2S ആണ് യൂസ് ചെയ്യുക. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു റേഡിയോ ഐസോടോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? O18 ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോർണലിയസ് വാൻ നീലിന്റെ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ കണ്ടുപിടുത്തം. ഓക്കെ, ഇനി നമുക്ക് ഈ ഹിൽ ഓക്സിഡന്റ് എന്താന്ന് പറയാം. ഈ ഹിൽ ഓക്സിഡന്റ് ദിസ് is actually NADP+. ഇവിടെ NADP+ ആണ് ഹിൽ ഓക്സിഡന്റ്. ദാറ്റ് ഈസ് നിക്കോട്ടിനൈൻ, adenine, amide, dinucleotide phosphate. Okay, nicotinide, amide adenine. Okay, amide adenine, nicotinide, amide, adenine, dinucleotide phosphate. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓൾഡ് എക്സ്പെരിമെന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾഡ് എക്സ്പെരിമെന്റ് എന്നുള്ള ടോപ്പിക് ഏകദേശം കഴിഞ്ഞു.
അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ ആരുടെയൊക്കെ എക്സ്പെരിമെന്റ്സ് പറഞ്ഞത്? വാരിയേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്. ഇറ്റ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗ്രീൻ ഏരിയയുടെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന എക്സ്പെരിമെന്റ് വാരിയേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്ന എക്സ്പെരിമെന്റ് മോൾ എക്സ്പെരിമെന്റ്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കെമിക്കൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇനി അടുത്ത എക്സ്പെരിമെന്റ് ബെൽജാർ എക്സ്പെരിമെന്റ് ബൈ ജോസഫ് പ്രീസ്ലി. So he shows the importance of the green plants because the green plants can restore the quality of the air. ഇനി അതേപോലെ തന്നെ ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് ജാൻ ഇംഗൻഹൗസസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് സെറ്റപ്പ് ചെയ്തത്. പക്ഷെ അത് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും വെച്ചു. പക്ഷെ നൈറ്റ് ടൈമിൽ വെച്ചപ്പോൾ മൈസ് ഡെഡ് ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. ഇത് എന്തിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നു? ലൈറ്റിന്റെ ഇമ്പോർട്ടൻസ് കാണിക്കുന്നു. അതേപോലെ തന്നെ അക്വാട്ടിക് പ്ലാന്റ്സിലെല്ലാം ഓക്സിജൻ ബബിൾസ് എവിടെയാണ് കൂടുതൽ ഫോം ചെയ്തിരിക്കുന്നത്? ലൈറ്റ് ഇന്റൻസിറ്റി മാക്സിമം ഉള്ളിടത്ത്. സോ ദിസ് എക്സ്പെരിമെന്റ് ഷോസ് ഇമ്പോർട്ടൻസ് ഓഫ് ലൈറ്റ്. ഇനി TW ഇംഗൾമാൻ ഏത് ആൽഗ യൂസ് ചെയ്തത്? ക്ലെഡോഫോറോ യൂസ് ചെയ്തിട്ട് ഒരു പ്രിസം യൂസ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് നമ്മുടെ വൈറ്റ് ലൈറ്റിനെ. എന്നിട്ട് നോക്കിയപ്പോൾ അതിൽ ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലാണ് നമ്മൾ കൂടുതൽ എയറോബിക് ബാക്ടീരിയാസ് ഇന്ററാക്ട് ചെയ്തിരിക്കുന്നത്. സോ TW ഇംഗൾമാൻ he drew the first action spectrum for the oxygen produced and this graph is similar to the absorption spectrum of chlorophyll A and chlorophyll B. chlorophyll A ന്റെയും chlorophyll B ന്റെയും അബ്സോർപ്ഷൻ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു പാറ്റേണുമായിട്ട് സിമിലർ ആണ് ദിസ് ആക്ഷൻ സ്പെക്ട്രം ഗ്രാഫ്. ഓക്കെ, എന്നിട്ട് ജൂലിയസ് വോൺ സാഷ് എന്ത് കണ്ടുപിടിച്ചു? ജൂലിയസ് വോൺ സാഷ് he already know the plant makes the glucose and that glucose is stored in the form of starch. സ്റ്റാർച്ചിന്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് മനസ്സിലായി. പക്ഷെ അത് എവിടെയാണ്? ഗ്രീൻ ഏരിയയിൽ തന്നെ ഒരു ഗ്രീൻ പാർട്ടിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ജൂലിയസ് വോൺ സാഷ് കണ്ടുപിടിച്ചു. ഏതായിരുന്നു ആ ഗ്രീൻ പാർട്ട്? ദാറ്റ്സ് ക്ലോറോപ്ലാസ്റ്റ്. Okay, and finally Cornelius Van Neil he thought about the sulfur bacteria. Sulfur bacteria H2 അല്ല യൂസ് ചെയ്യുന്നത്, H2S ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് സൾഫർ ആണ് കിട്ടുന്നത്. H2O യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഓക്സിജൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ആണ് O80. സോ ക്ലിയർ? അങ്ങനെ നമ്മുടെ എക്സ്പെരിമെന്റ്സ് എന്ന് പറഞ്ഞ ടോപ്പിക് കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ലൊക്കേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. Location of photosynthesis. എവിടെ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്? ലീഫിൽ അല്ലേ? ലീഫിൽ ഏത് സെല്ലിനകത്താണ് നടക്കുന്നത്? മീസോഫിൽ സെൽ. മീസോഫിൽ സെല്ലിൽ എവിടെ? ക്ലോറോപ്ലാസ്റ്റ് അല്ലേ? സോ ലീഫിലെ മീസോഫിൽ സെല്ലിലെ ക്ലോറോപ്ലാസ്റ്റിനകത്താണ് നടക്കുന്നത്. ക്ലോറോപ്ലാസ്റ്റ് ഒരുവിധം പ്ലാന്റ്സിനെല്ലാം ഏകദേശം ഒരു മീസോഫിൽ സെല്ലിനകത്ത് 20 to 40 ക്ലോറോപ്ലാസ്റ്റ് വരെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു എക്സെപ്ഷൻ വരുന്ന ഒരു ആൽഗയാണ് നമ്മുടെ ക്ലമിഡോമോണാസ്. അത് നോട്ട് ചെയ്ത് വെച്ചോ, ക്ലമിഡോമോണാസ്. സോ ക്ലമിഡോമോണാസ് ഹാവ് ഓൺലി one chloroplast in its mesophyll cell. അതിൻ്റെ മീസോഫിൽ സെല്ലിൽ ആകെ ഒരൊറ്റ ക്ലോറോപ്ലാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറിലോട്ട് പോവാം. എന്താ ക്ലോറോപ്ലാസ്റ്റ്? ക്ലോറോപ്ലാസ്റ്റ് ഇസ് എ ഡബിൾ മെംബ്രെയിൻ ഓർഗനൽ അല്ലേ? രണ്ട് മെംബ്രെയിൻ ഉള്ള ഓർഗനലാണ്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. ഇത് പോരാണ്ട് ഇതിനകത്ത് നമുക്ക് എന്തെല്ലാം കാണാനായിട്ട് പറ്റും? ഇതിനകത്ത് നമുക്ക് തൈലക്കോയിഡ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇങ്ങനെ അറേഞ്ച് ചെയ്ത തൈലക്കോയിഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാനൽ തൈലക്കോയിഡ്. ഗ്രാനൽ തൈലക്കോയിഡ്. സോ ഇവിടെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ അറേഞ്ച്മെന്റ് കാണാനായിട്ട് പറ്റും. ഇനി ഇതിന്റെ സെന്ററിൽ ഒരു തൈലക്കോഡ് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു തൈലക്കോഡിനെ വിളിക്കുന്ന പേരാണ് ഇന്റർഗ്രാനൽ തൈലക്കോയിഡ്. നടുക്കിലല്ലേ നിൽക്കുന്നത്, അപ്പൊ ഇന്റർഗ്രാനൽ തൈലക്കോയിഡ്. അല്ലെങ്കിൽ നമുക്കതിനെ സ്ട്രോമ ലാമെല്ല വിളിക്കാം. സ്ട്രോമ ലാമെല്ല. ഓക്കെ, ഇനി ഇതൊരു മീഡിയത്തിനകത്തായിരിക്കുന്നത് അല്ലേ? ഇതിനകത്തൊരു മീഡിയം ഉണ്ട്. ഈ മീഡിയം നമുക്ക് മെട്രിക്സ് എന്ന് വിളിക്കാം. ദിസ് മെട്രിക്സ് ആക്ച്വലി ഇറ്റ് ഈസ് സ്ട്രോമ. This is stroma. This medium is stroma. Okay. ഇതൊരു ഓർഗനൽ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് DNA കാണാനായിട്ട് പറ്റും, കുറേ റൈബോസോംസ് കാണാനായിട്ട് പറ്റും, ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ്, അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഓർഗനലിനകത്ത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്കറിയാം ഫോട്ടോസിന്തസിസ് രണ്ട് സെഗ്മെന്റിലാണ് നടക്കുന്നു. ലൈറ്റ് റിയാക്ഷൻ, ലൈറ്റിൽ നടക്കുന്ന ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷനും അല്ലേ? ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും എവിടെയാണ് നടക്കുന്നത്?
രണ്ട് ഡിഫറെൻറ്റ് പ്ലേസിലാണ്. ഒന്ന് ലൈറ്റ് റിയാക്ഷൻ എവിടെ നടക്കുന്നത് നോക്കാം. ഈ ഒരു തൈലക്കോയിഡ്സിനെ കണ്ട തൈലക്കോയിഡിന്റെ മെംബ്രെയിൻസിലാണ് നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ഇവിടെയും ഒരു ഗ്രാനൽ തൈലക്കോയിഡ് മെംബ്രെയിൻ ഉണ്ട്, ഇന്റർഗ്രാനൽ തൈലക്കോയിഡ് മെംബ്രെയിനും ഉണ്ട്. ഈ രണ്ട് മെംബ്രെയിൻസിലും ലൈറ്റ് റിയാക്ഷൻ നടക്കും. എന്നാൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് ഈ ഒരു മെട്രിക്സിനകത്താണ്, അതായത് സ്ട്രോമയ്ക്കകത്താണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് നോട്ട് ചെയ്തോ, ലൈറ്റ് റിയാക്ഷൻ എവിടേക്കാണ്? തൈലക്കോയിഡ് മെംബ്രെയിൻസ് അല്ലേ, തൈലക്കോയിഡ് മെംബ്രെയിൻസ്. അത് ഏതൊക്കെ ആവാം? ഒന്ന് ഗ്രാനൽ ആകാം, ഒന്ന് ഇന്റർഗ്രാനൽ ആവാം, അല്ലെങ്കിൽ സ്ട്രോമൽ ആവല്ല. ഓക്കെ, ഇനി ഡാർക്ക് റിയാക്ഷൻ നോക്കാം. ഡാർക്ക് റിയാക്ഷൻ നടക്കുന്ന മീഡിയം എന്ന് പറയുന്നത് സ്ട്രോമ. നമുക്കിനി ലൈറ്റ് റിയാക്ഷനിൽ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്, അതിനകത്ത് എന്താ ഉള്ളത് നോക്കാം. തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഇതൊരു തൈലക്കോയിഡ് മെംബ്രെയിൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ രണ്ട് സിസ്റ്റങ്ങളെ കാണാനായിട്ട് പറ്റും. അതായത് 2 pigments that is present in a unit. That system is called as photosystem. ഫോട്ടോസിസ്റ്റം എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങൾ നമുക്ക് ഈ രണ്ടെണ്ണം കാണുന്നത് എവിടെയാണ് കേട്ടോ? എവിടെയാ? നമ്മുടെ ഗ്രാനൽ തൈലക്കോയിഡിലാണ്. ഇന്റർഗ്രാനൽ തൈലക്കോയിഡിൽ ഒരു ഫോട്ടോസിസ്റ്റം കാണാനായിട്ട് പറ്റും, ഗ്രാനൽ തൈലക്കോയിഡിൽ 2 ഫോട്ടോസിസ്റ്റം കാണാനായിട്ട് പറ്റും. ഫോട്ടോസിസ്റ്റം 2 ടൈപ്പാണുള്ളത്. ഒന്ന് PS1, 2 PS2. ഇവർക്ക് PS1 PS2 പേര് വരാൻ കാരണം ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് PS1 ആയിരുന്നു. പക്ഷേ നമ്മൾ അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കുകയാണെന്ന് വെച്ചാൽ ആദ്യം പോയിരിക്കുന്നത് PS2 ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫോട്ടോസിസ്റ്റം PS2ഉം സെക്കൻഡ് ഫോട്ടോസിസ്റ്റം PS1 ആണ്. പക്ഷെ ഇത് എവിടെയാണ്? ഇത് ഗ്രാനൽ തൈലക്കോയിഡിൽ മാത്രമാണ് കേട്ടോ, ഗ്രാനൽ തൈലക്കോയിഡ്. എന്നാൽ ഇന്റർഗ്രാനൽ തൈലക്കോയിഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ PS2 ഇല്ല, അവിടെ ആകെ PS1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടുന്ന് കിട്ടിയ പോയിന്റ് എന്താ? PS1 ബോത്ത് ഗ്രാനലിലും ഇന്റർഗ്രാനലിലും ഉണ്ട്. എന്നാ PS2 ആകെ ഗ്രാനൽ തൈലക്കോയിഡിൽ മാത്രമേ ഉള്ളൂ, ഗ്രാനൽ തൈലക്കോയിഡ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഈ ഫോട്ടോസിസ്റ്റം? ഇതിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. പക്ഷെ അതിന് മുന്നേയായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമുക്കറിയാം ഈ ലീഫിനകത്ത് മീസോഫിൽ സെല്ലിന്റെ അറേഞ്ച്മെന്റ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ? സപ്പോസ് ഒരു ആഫ്റ്റർനൂൺ ടൈമാണെന്ന് വിചാരിക്കുക. ആഫ്റ്റർനൂൺ ടൈമിൽ എന്താ സംഭവിക്കുക? അവിടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നല്ല മാക്സിമം ആയിരിക്കും അല്ലേ? അപ്പം നമ്മൾ അവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ലീഫിങ്, ഇവിടെ നമ്മുടെ മീസോഫിൽ സെല്ല് ഇരിക്കണമെങ്കിൽ ഇങ്ങനെയല്ല, ഇങ്ങനെയാവും ഉണ്ടാവുക. അതായത് പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതായത് ഇവരുടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി ഭയങ്കര മാക്സിമം ആയിരിക്കും ആഫ്റ്റർനൂൺ. എന്നാൽ ഈവനിങ് നോക്കുമ്പോൾ അറേഞ്ച്മെൻറ്റിന് ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. ഇങ്ങനത്തെ ഒരു ഷേപ്പിലാവും ഇരിക്കുന്നുണ്ടാവുക, അവിടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ഫിനോമിനയുടെ കാരണം എന്താണ്? അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. വാട്ട് ഈസ് ദ കോസ് ഓഫ് ദിസ് ഫിനോമിന? ഇറ്റ് ഈസ് ഡ്യൂ ടു സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്. ഓക്കെ, സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ആക്ച്വലി ഇറ്റ് ഈസ് മോഡ് ഓഫ് ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാൻസ്പോർട്ടാണ്. ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ചെറിയ തോതിൽ. അപ്പോൾ ഈ ഒരു സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് തന്നെയാണ് ഇവിടെയും ഈ ഒരു ഫിനോമിനയ്ക്ക് കാരണം. അതായത് ഈ ഒരു മീസോഫിൽ സെല്ലിന്റെ അറേഞ്ച്മെന്റ് ലൈറ്റിന്റെ ബേസിൽ ഇങ്ങനെ വരാൻ കാരണം ഈ ഒരു സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് ആണ്. സോ അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി നമുക്ക് ലൈറ്റ് റിയാക്ഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ജസ്റ്റ് എന്താണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള സ്റ്റെപ്സുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലൈറ്റ് റിയാക്ഷൻ. ലൈറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ നമുക്കിതിനെ എന്ത് വിളിക്കാം? ഫോട്ടോ കെമിക്കൽ ഫേസ് എന്ന് വിളിക്കാൻ കാരണം എന്താ? ഫോട്ടോൺസ്, അതായത് നമ്മുടെ ലൈറ്റ് യൂസ് ചെയ്തിട്ട് കെമിക്കൽ എനർജി ആവുകയാണല്ലോ. അപ്പോൾ ഫോട്ടോ കെമിക്കൽ ഫേസ്. ഈ ലൈറ്റ് റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്ട്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ പ്രൊഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ. ഒന്ന് NADPH, 2 ATP, പിന്നെ നമുക്ക് ഓക്സിജൻ ബൈ പ്രൊഡക്റ്റ്.
ഓക്സിജൻ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ലൈറ്റ് റിയാക്ഷനിൽ കിട്ടുന്നത് അല്ലേ. ഇനി ഡാർക്ക് റിയാക്ഷനിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഡാർക്ക് റിയാക്ഷൻ എന്ന് പേര് വരാൻ കാരണം ആക്ച്വലി ഇത് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിലും അത് ലൈറ്റിന്റെ പ്രൊഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് NADPHന്റെയും ATPയുടെയും അളവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഡാർക്ക് റിയാക്ഷൻ. ഡാർക്ക് റിയാക്ഷൻ എപ്പോഴാണ് സ്റ്റോപ്പ് ആവുമെന്നറിയോ? എപ്പോഴാണോ ലൈറ്റ് റിയാക്ഷന്റെ ഈ പ്രൊഡക്ട്സ്, അതായത് ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാക്കിയ ഈ പ്രൊഡക്റ്റ് എപ്പോഴാണോ തീർന്നു പോകുന്നത്, അപ്പോൾ അവിടെ ഡാർക്ക് റിയാക്ഷൻ സ്റ്റോപ്പ് ആവും. സോ ദിസ് ഡാർക്ക് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് മെയ്ഡ് ഇൻ ലൈറ്റ് റിയാക്ഷൻ. സോ ഈ ഒരു പ്രൊഡക്ട്സ് ആണ് നമ്മുടെ ഡാർക്ക് റിയാക്ഷനിലോട്ട് വരുന്നത്. ഡാർക്ക് റിയാക്ഷനിലോട്ട് വരുന്നത്. അപ്പൊ ഈ ഡാർക്ക് റിയാക്ഷൻ ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോഡക്റ്റ് ഓഫ് ലൈറ്റ്. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണിത്, ലൈറ്റ് റിയാക്ഷൻ എന്താ, ഡാർക്ക് റിയാക്ഷൻ എന്താന്ന്. അതേപോലെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞുതരാം. പിഗ്മെന്റ്സിന്റെ ഡീറ്റെയിൽ വീഡിയോയും വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് പിഗ്മെന്റ്സ് ഏതൊക്കെയാ നമുക്ക് നോക്കാം. പിഗ്മെന്റ്സ് ഏതൊക്കെയാണ് പിഗ്മെന്റ്സ്? ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കരോട്ടിനോയിഡ് അല്ലെങ്കിൽ കരോട്ടിൻ, സാൻഡോഫിൽ. പക്ഷെ എന്താണ് പിഗ്മെന്റ്സ്? വാട്ട് ഈസ് പിഗ്മെന്റ്സ്? Pigments are the chemical compounds. Pigments are the chemical compounds which can absorb fixed wavelength and excite electrons. ഓരോ പിഗ്മെന്റ്സിനും ഓരോ വേവ് ലെങ്ത്തുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. എന്നിട്ട് അതിനകത്തിലെ ഇലക്ട്രോൺസ് അതിനത് എക്സൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. സപ്പോസ് ഇതാണ് ഇപ്പോൾ പിഗ്മെന്റ് എന്ന് വിചാരിക്കുക. ഈ പിഗ്മെന്റ് ഒരു പെർട്ടിക്കുലർ ലൈറ്റ് വന്ന് അടിച്ചപ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഇലക്ട്രോൺസ് ഇങ്ങനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു. ഇനി ഈ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് എന്തൊക്കെ രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുക? എയ്തർ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ഓർ ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, or this energy can be transferred from one pigment to other pigment, from one pigment to other pigment. അതുമല്ലെങ്കിൽ it can perform chemical reaction. So എന്തൊക്കെ രീതിയിലാണ് പോവുക? ഒന്നല്ലെങ്കിൽ either this electrons appears as light, heat, or it can transfer from this energy can transfer from one pigment to other pigment, and or it can perform chemical reaction. Okay, നമ്മൾ ഇനി ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു തേർഡ് ഫിനോമിനയാണ് കേട്ടോ. അതായത് ഒരു പിഗ്മെന്റിൽ നിന്ന് അടുത്ത പിഗ്മെന്റിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നോക്കാം. സപ്പോസ് ഈ ഒരു പിഗ്മെന്റ് ഇത് ഒരു 500 നാനോമീറ്റർ ലൈറ്റിനെയാണ് അബ്സോർബ് ചെയ്തതെന്ന് വിചാരിക്കുക. 500 നാനോമീറ്റർ ലൈറ്റ്. ഇതിൻ്റെ അടുത്ത് ഒരുപാട് പിഗ്മെന്റ്സുകൾ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള രണ്ട് പിഗ്മെന്റ്സ് നമുക്ക് നോക്കാം. ഒരെണ്ണം 520 മറ്റൊന്ന് 480 നാനോമീറ്ററുമാണ്. അങ്ങനെയാണ് വെച്ചാൽ ഈ ഒരു പിഗ്മെന്റ് ഈ ലൈറ്റിനെ അല്ലെങ്കിൽ ഈ എനർജീനെ ഏത് പിഗ്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും? 520 നാനോമീറ്ററിലോട്ടാണോ അതോ 480 നാനോമീറ്ററിലാണോ? It transfers its energy from lower wavelength to higher wavelength. ചെറിയ വേവ് ലെങ്ത്തിൽ നിന്ന് വലിയ വേവ് ലെങ്ത്തിലോട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇത് ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുക, ഇവിടേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഇക്വേഷൻ E = hc/λ, അതായത് ഈ എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ. അതായത് ലാംഡ കൂടുമ്പോൾ എനർജി കുറയും, എനർജി കുറഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും അല്ലേ. സോ സ്റ്റെബിലിറ്റി കൂടാനായിട്ടാണ് ഹയർ വേവ് ലെങ്സിലോട്ടാണ് അത് ട്രാൻസ്ഫർ ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പം നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ. സപ്പോസ് ഇവിടെ കുറേ പിഗ്മെന്റ്സ് ഉണ്ട്. അങ്ങനെ ഇത് 500, 520, 540 അങ്ങനെ ഇത് ഇൻക്രീസിങ് ഓർഡറിലാണ് ഇരിക്കുന്നത് വിചാരിക്കാം. എന്നിട്ട് ഒരു ലൈറ്റ്, ഒരു 500 നാനോമീറ്റർ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു 500 നാനോമീറ്ററിന്റെ പിഗ്മെന്റ് ആണ് അബ്സോർബ് ചെയ്യുക അല്ലേ. അങ്ങനെ ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞതിന്റെ അടുത്തുള്ള പിഗ്മെന്റ് ഏത്? 520. ഇതിങ്ങനെ കൊടുക്കും 540, 560, പിന്നെ
ഇങ്ങനെ കൊടുത്ത് കണ്ട ഹയർ വേവ് ലെങ്സിലോട്ട് കൊടുക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ജസ്റ്റ് ഇവരുടെ എനർജി ഒരു പിഗ്മെന്റിൽ നിന്ന് അടുത്ത പിഗ്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നേ ഉള്ളൂ. അതായത് അവിടെ പ്രത്യേകിച്ച് ഒരു റിയാക്ഷനും നടക്കുന്നില്ല. അങ്ങനെ അവിടെ ഒരു റിയാക്ഷൻ നടക്കാണ്ടിരിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ച് എൻസൈംസ് ഒന്നുമില്ല കേട്ടോ. they do not have any enzyme. അവർക്ക് എൻസൈംസ് ഒന്നുമില്ല. അപ്പം ജസ്റ്റ് ഇവർ വെറുതെ ഈ എനർജി അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യത്തേ ഉള്ളൂ. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ദിസ് ഗ്രൂപ്പ് ഓഫ് പിഗ്മെന്റ്സ്, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു പിഗ്മെന്റ്സിനെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്റനെ. അപ്പൊ ആന്റനയുടെ കർത്തവ്യം എന്താണ്? ജസ്റ്റ് ട്രാൻസ്ഫേഴ്സ് എനർജി ഫ്രം ലോവർ വേവ് ലെങ്ത് ടു ഹയർ വേവ് ലെങ്ത്. അവിടെ പ്രത്യേകിച്ച് റിയാക്ഷൻസ് ഒന്നും പെർഫോം ചെയ്യില്ല. എന്നിട്ട് ഫൈനലി ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു പിഗ്മെന്റിലോട്ട് എത്തും. മെയിൻ പിഗ്മെന്റ്, ഈ ഒരു മെയിൻ പിഗ്മെന്റിലോട്ട് എനർജി എത്തിക്കഴിഞ്ഞാൽ ഇതും ഹയർ വേവ് ലെങ്ത് ആയിരിക്കും, 688 വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പിഗ്മെന്റിലോട്ട് എത്തി. പക്ഷേ അവിടെ നിന്ന് ഇനി എനർജി ട്രാൻസ്ഫർ ആവില്ല. പകരം അവിടെ കെമിക്കൽ റിയാക്ഷൻ പെർഫോം ചെയ്യും. അങ്ങനെ പെർഫോം ചെയ്യുന്ന ആ ഒരു പിഗ്മെന്റിനെ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ സെന്റർ. സോ റിയാക്ഷൻ സെന്റർ അവിടെ അങ്ങനെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ അതിനർത്ഥം എന്താ? ഇറ്റ് ഈസ് എൻസൈം ബൗണ്ട്. അതായത് ഇതിനകത്ത് എൻസൈം ഉണ്ട്. അത് കാരണമാണ് അത് കെമിക്കൽ റിയാക്ഷൻസ് എല്ലാം പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആന്റനെ, എന്താണ് റിയാക്ഷൻ സെന്റർ എന്ന് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പെർട്ടിക്കുലർ വേവ് ലെങ്ത്തിന്റെ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് അബ്സോർബ് ചെയ്യുന്ന ആളാണ് ആന്റനെ. ആന്റനയുടെ വേറെ കത്ത് ജസ്റ്റ് ട്രാൻസ്ഫേഴ്സ് ദ energy from lower wavelength to higher wavelength till it reaches the reaction center. reaction centerൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ പെർഫോം ചെയ്യും. ഇനി നമ്മൾ പറഞ്ഞു ഇതെല്ലാം പിഗ്മെന്റ്സ് പറഞ്ഞു. ഇതെല്ലാം പിഗ്മെന്റ്സ് ആണ്. ഏതൊക്കെ പിഗ്മെന്റ്സ് ആണ്? ആന്റന ആവാം. ഏതൊക്കെ പിഗ്മെന്റ്സ് ആണ് റിയാക്ഷൻ സെന്റർ ആവാം നോക്കാം. ആന്റനയുടെ കേസിൽ ആരൊക്കെയാണ് പിഗ്മെന്റ് ആവാൻ? ഒന്ന് ക്ലോറോഫിൽ ബി, കരോട്ടിൻ, സാന്തോഫിൽ, ഇതിൽ ആര് വേണമെങ്കിലും ആകാം എക്സെപ്റ്റ് ക്ലോറോഫിൽ എ. അപ്പൊ ക്ലോറോഫിൽ എ എന്തായിരിക്കും? ക്ലോറോഫിൽ എ വിൽ ബി റിയാക്ഷൻ സെന്റർ. അതായത് നമ്മൾ ഓരോ ചെടികളിലൊക്കെ എടുത്ത് നോക്കുകയാണ് വെച്ചാൽ ഡിഫറെന്റ് പ്ലാന്റ്സ് ദെയർ ആന്റനെ വിൽ ബി വാരിയബിൾ. അവരുടെ ആന്റനേസ് എല്ലാം വാരിയബിൾ ആയിരിക്കും. ആന്റനെ വിൽ ബി വാരിയബിൾ. പക്ഷേ റിയാക്ഷൻ സെന്റർ ഫിക്സ്ഡ് ആയിരിക്കും. അത് ക്ലോറോഫിൽ എ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ എന്താണ് ആന്റനെ റിയാക്ഷൻ സെന്റർ? റിയാക്ഷൻ സെന്ററിലെ പിഗ്മെന്റ് ഏതാ? ക്ലോറോഫിൽ എ. ആന്റനയിലെ പിഗ്മെന്റ് ഏതാ? ക്ലോറോഫിൽ ബി, കാരോട്ടിൻ, സാന്തോഫിൽ എക്സെട്ര. ഓക്കെ. ഇനി ഇപ്പോഴും നമ്മൾ എന്താ ഫോട്ടോ സിസ്റ്റം ഡിസ്കസ് ചെയ്തിട്ടില്ല. ആന്റന എന്താ, റിയാക്ഷൻ സെന്റർ എന്താന്ന് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഫോട്ടോ സിസ്റ്റം എന്താ നോക്കാം. ഫോട്ടോ സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആന്റന ഉണ്ട്, മെയിൻ ആയിട്ടൊരു റിയാക്ഷൻ സെന്റർ ഉണ്ട്. സോ ഈ ആന്റന റിയാക്ഷൻ സെന്ററിനെ ഒന്നിച്ച് നമുക്ക് വിളിക്കുന്ന പേരാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കോംപ്ലക്സ്, LHC. അപ്പോൾ ഇതിന് ടോട്ടൽ വിളിക്കുന്ന പേര് LHC അലോങ് വിത്ത് സം ഓഫ് ദ ഇലക്ട്രോൺ കാരിയേഴ്സ്. അതായത് ഈ എക്സൈറ്റ് ആവുന്ന ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്യാനുള്ള കുറച്ച് ആൾക്കാർ, ഇലക്ട്രോൺ കാരിയേഴ്സ്. കെമിക്കൽ റിയാക്ഷൻസ് പെർഫോം ചെയ്യാൻ കുറച്ച് എൻസൈംസും വേണം. അപ്പൊ ആരൊക്കെയുള്ളത്? ഇലക്ട്രോൺ കാരിയർ ഉണ്ട്, എൻസൈം ഉണ്ട്, LHC ഉണ്ട്. LHCയിൽ ആരൊക്കെയാ? റിയാക്ഷൻ സെന്റർ ഉണ്ട്, ആന്റന ഉണ്ട്. ടോട്ടലി ഈ ഒരു സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണ് ഫോട്ടോ സിസ്റ്റം. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് ആസ് ഫോട്ടോ സിസ്റ്റം. ഓക്കെ. അപ്പൊ എന്താ ഫോട്ടോ സിസ്റ്റം എന്ന് മനസ്സിലായില്ലേ? എൻസൈം, ഇലക്ട്രോൺ കാരിയേഴ്സ് അലോങ് വിത്ത് ദിസ് LHC, ദാറ്റ്സ് കോൾഡ് ആസ് ഫോട്ടോ സിസ്റ്റം. ഓക്കെ. ഇനി നമുക്ക് PS1ന്റെയും PS2ന്റെയും കേസ് ഡിസ്കസ് ചെയ്യാം. PS1 എവിടെയൊക്കെ ഉണ്ട്? ഗ്രാനലിലുണ്ട്, ഇന്റർ ഗ്രാനലിലുണ്ട്. PS2 എവിടെയുണ്ട്? ഗ്രാനലിൽ മാത്രമേ ഉള്ളൂ, ഇന്റർ ഗ്രാനൽ തൈലക്കോഡിലില്ല. അപ്പോൾ PS1ന്റെ റിയാക്ഷൻ സെന്റർ വരുന്നത് 700 നാനോമീറ്റർ ആണ് കേട്ടോ. 700 നാനോമീറ്റർ. റിയാക്ഷൻ സെന്റർ ഈസ് 700 നാനോമീറ്റർ.
PS2-ന്റെ റിയാക്ഷൻ സെന്ററിന്റെ വേവ് ലെങ്ത് വരുന്നത് 680 nanometer. So PS1 is called as P700, PS2 is called as P680. ഓക്കെ, നമുക്കിനി ഒരു ടേബിളർ കോളം വരയ്ക്കാം. അപ്പം നമുക്ക് ഒന്നും കൂടി ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവും. സപ്പോസ് വന്നിരിക്കുന്ന ലൈറ്റ് ഒരു 650 നാനോമീറ്റർ ആണെന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ PS1 ഉണ്ട്, PS2 ഉണ്ട് അല്ലേ. 650 നാനോമീറ്റർ ആകുമ്പോൾ അത് ആരായിരിക്കും അബ്സോർബ് ചെയ്യുക? ആന്റിന ആണോ, അത് ഡയറക്റ്റ്ലി റിയാക്ഷൻ സെന്റർ ആണോ അബ്സോർബ് ചെയ്യുക? നമുക്കറിയാം PS1-ന്റെ റിയാക്ഷൻ സെന്റർ 700 ആണ്. അപ്പോൾ 700-നേക്കാളും താഴെയാണ് 650. അപ്പോൾ അതെന്തായാലും ആരായിരിക്കും അബ്സോർബ് ചെയ്യുക? ആന്റിന ആയിരിക്കും അല്ലേ, ആന്റിനെ. ഇനി PS2-ന്റെ കേസിൽ റിയാക്ഷൻ സെന്റർ ആരാണ്? PS2-ന്റെ റിയാക്ഷൻ സെന്റർ 680 ആണ്, 650 അതിനേക്കാളും താഴെയാണ്. സോ ഇവിടെയും ആരെന്നെയാണ് അബ്സോർബ് ചെയ്യുക? ആന്റിന തന്നെയാണ്. അടുത്തത് 680 നാനോമീറ്റർ വന്നു. PS1 റിയാക്ഷൻ സെന്റർ 700 താഴെ തന്നെയാണ്. അപ്പം ഇതും ആന്റിന തന്നെയാണ് അബ്സോർബ് ചെയ്യുന്നത്. പക്ഷെ PS2-ന്റെ കേസിൽ റിയാക്ഷൻ സെന്റർ വരുന്നത് 680 ആണ്. അപ്പോൾ ഇവിടെയും 680 വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഡയറക്ട്ലി ലൈറ്റ് ആർ അബ്സോർബ് ചെയ്യുക? നമ്മുടെ റിയാക്ഷൻ സെന്റർ അബ്സോർബ് ചെയ്യും. ക്ലിയർ? ഇനി നമുക്ക് ഒരു 690 നാനോമീറ്റർ വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, PS1-ൽ ഇപ്പോഴും റിയാക്ഷൻ സെന്ററിന് താഴെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോഴും ആന്റിന തന്നെയാണ് ഇവിടെ അബ്സോർബ് ചെയ്യുന്നത്, കൺഫ്യൂഷൻ ഇല്ല. പക്ഷെ PS2-ന്റെ കേസിൽ റിയാക്ഷൻ സെന്ററിന്റെ എമൗണ്ടിനേക്കാളും കഴിഞ്ഞുപോയി. അപ്പോൾ ഇനി ഇവിടെ PS2 വർക്ക് ചെയ്യോ? ഇല്ല, ഇവിടെ PS2 വർക്ക് ചെയ്യില്ല. അതിന്റെ ആന്റിനയും വർക്ക് ചെയ്യില്ല, അതിന്റെ റിയാക്ഷൻ സെന്ററും വർക്ക് ചെയ്യില്ല. റിയാക്ഷൻ സെന്ററിന്റെ മാക്സിമം 680 നാനോമീറ്റർ ആണ്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ലൈറ്റ് 690 നാനോമീറ്റർ ആണ്. സോ ഇവിടെ PS2 അവിടെ ഇനാക്റ്റീവ് ആയിരിക്കും. ഈ ഒരു കേസാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറൈലേഷൻ. ഇതെന്താന്നുള്ളത് വരും വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഫൈനലി ഒരു 700 നാനോമീറ്റർ ലൈറ്റ് ആണ് വന്നത്. ഈ ഒരു കേസിൽ ആരായിരിക്കും PS1-ൽ അബ്സോർബ് ചെയ്യുക? റിയാക്ഷൻ സെന്റർ. കാരണം എന്താ? റിയാക്ഷൻ സെന്റർ 700 നാനോമീറ്റർ ലൈറ്റിനാണ് അബ്സോർബ് ചെയ്യുന്നത്. PS2-ലോ ഓഫ് കോഴ്സ് ഇനാക്റ്റീവ് ആയിരിക്കും. ഇനി 710 നാനോമീറ്റർ വന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? ബോത്ത് ദിസ് PS1 ആൻഡ് PS2 വിൽ ബി ഇൻആക്റ്റീവ്. അതായത് 700 എബോവ് വേവ് ലെങ്ത് വന്നു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് വിൽ കം ഇൻആക്റ്റീവ്. ഫോട്ടോസിന്തസിസ് അവിടെ നടക്കില്ല. കാരണം എന്തുകൊണ്ടാ? PS1-ഉം PS2-ഉം വർക്ക് ചെയ്യില്ല. സോ അപ്പോൾ മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കാനുള്ള ഒരു ലൈറ്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 700 നാനോമീറ്റർ ആണ്. 700 നാനോമീറ്ററിന്റെ എബോവ് ഫോട്ടോസിന്തസിസ് നടക്കില്ല. അപ്പോൾ ഇനി മിനിമം വാല്യൂ എന്തായിരിക്കും? മിനിമം വാല്യൂ ഈസ് 400 നാനോമീറ്റർ. 400 to 700 നാനോമീറ്ററിന്റെ ഇടയിൽ വെച്ചിട്ടുള്ള ലൈറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടക്കും. 400-ന് താഴെയും 700-ന് മുകളിലും ലൈറ്റ് വന്നാലും ഫോട്ടോസിന്തസിസ് അവിടെ ആക്റ്റീവ് അല്ല. സോ ഈ ഒരു വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ, PAR. PAR, photosynthetically active radiation, PAR. ക്ലിയർ? അപ്പം എന്താ PAR എന്ന് മനസ്സിലായില്ലേ? നമ്മുടെ ഫോട്ടോസിന്തസിസ് നടക്കുന്ന ആ ഒരു റേഞ്ച് ഓഫ് വേവ് ലെങ്ത്, അതിനാണ് നമ്മൾ PAR എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടോപ്പിക് ഏകദേശം കൺക്ലൂഡ് ആയി തുടങ്ങി. അതിനു മുന്നേ ഒരു ചെറിയ ടോപ്പിക്കും കൂടെ ഉണ്ട്. ചെറിയൊരു എക്സ്പെരിമെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സപ്പോസ് നമ്മൾ രണ്ട് പ്ലാന്റ്സ് കൺസിഡർ ചെയ്തു. ഈ ഒരു പ്ലാന്റിൽ വന്നിരിക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വന്നത് 700 നാനോമീറ്റർ ആണ്. ഈ 700 നാനോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്കറിയാം ഇവിടെ PS2 വർക്കിംഗ് അല്ല, PS1 മാത്രമേ വർക്കിംഗ് ഉള്ളൂ. അപ്പോൾ ആകെ 2 പേരിൽ ഒരാൾ മാത്രമേ പണിയെടുക്കുന്നുള്ളൂ. അങ്ങനെ വെച്ചാൽ എന്തുണ്ടാവുക? ഫോട്ടോസിന്തസിസിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യും അല്ലേ. സോ ഫോട്ടോസിന്തസിസ് ഡിക്രീസസ്. സോ ഈ ഒരു എഫക്റ്റിന് പറയുന്ന പേര്, കാരണം എന്താ വെച്ചാൽ 700 നാനോമീറ്റർ റേഞ്ചിൽ വരുന്ന ലൈറ്റ് എന്ന് പറയുന്നത് റെഡ് ലൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എമേഴ്സൺ റെഡ് ഡ്രോപ്പ് എഫക്റ്റ്. എമേഴ്സൺ റെഡ് ഡ്രോപ്പ് എഫക്റ്റ്. ഓക്കെ, ഇനി ഈ ഒരു കേസിൽ ലൈറ്റ് വന്നിരിക്കുന്നത് ഒരു 700-ൻ്റെയും 680 നാനോമീറ്ററിൻ്റെ ഇടയിൽ വെച്ചാണെന്ന് വിചാരിക്കുക. ഇവിടെ രണ്ടും വർക്കിംഗ് ആണ്, PS2 വർക്കിംഗ് ആണ്, PS1 വർക്കിംഗ് ആണ്. അപ്പം എന്ത് സംഭവിക്കും? രണ്ടും വർക്കിംഗ് ആകുമ്പോൾ ഫോട്ടോസിന്തസിസ്
ഇൻക്രീസ് ചെയ്യും അല്ലേ? ഫോട്ടോസിന്തസിസ് ഇൻക്രീസസ്. സോ ഈ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് എമേഴ്സൺ എൻഹാൻസ്മെന്റ് എഫക്റ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് എമേഴ്സൺ റെഡ് ഡ്രോപ്പ് എഫക്റ്റ്, എമേഴ്സൺ എൻഹാൻസ്മെന്റ് എഫക്റ്റ് എന്ന് മനസ്സിലായല്ലോ. അപ്പം നമ്മുടെ ടോപ്പിക് ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു പരിപാടിയും കൂടി ബാക്കിയുണ്ട്, NCERT റീഡിംഗ് അല്ലേ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് കൺക്ലൂഡ് ആവുന്നതായിരിക്കും. NCERT നമുക്കിനി വായിച്ചു നോക്കാം. ഇപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത് എന്താ? പ്ലാന്റ്സ് സ്വന്തം ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, കാരണം അവർ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുന്നു. പ്ലാന്റ്സിൻ്റെ ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ ഹെറ്ററോട്രോഫ്സ് എന്ന് വിളിക്കുന്നു. പിന്നെ ഇതിൽ നോക്കും, ഫോട്ടോസിന്തസിസ് ഒരു ഫിസിയോ കെമിക്കൽ ചേഞ്ച് ആണ്. നമ്മൾ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. പിന്നെ ലൈറ്റ് എനർജിനെ ട്രാപ്പ് ചെയ്തിട്ട് കെമിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ സിന്തസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. എന്താണ് ആ ഓർഗാനിക് കോമ്പൗണ്ട്? ഗ്ലൂക്കോസ് അല്ലേ, ഫ്രം ഇൻഓർഗാനിക് കോമ്പൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇനി എന്താണ് ഫോട്ടോസിന്തസിസിന്റെ സിഗ്നിഫിക്കൻസ്? അതാണ് ഇവിടെ പറയുന്നത്. സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് ഈസ് ദ ബേസിക് ഓഫ് ഓൾ ദ ഫുഡ് ചെയിൻ. അത് മാത്രമല്ല ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് അല്ലേ. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫിലോട്ട് പോകാം. ഇവിടെ എക്സ്പെരിമെൻറ്റ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം ഡിസ്കസ് ചെയ്തിരിക്കുന്ന എക്സ്പെരിമെൻറ്റ് വാരിയേറ്റഡ് ലീഫ് എക്സ്പെരിമെൻ്റ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സെയിം നമ്മുടെ ലീഫ് ബ്ലാക്ക് പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് സ്റ്റാർച്ചിൻ്റെ ടെസ്റ്റിന് പോസിറ്റീവ് നെഗറ്റീവ് കാണിക്കുന്നതാണ്. ഇവിടെ എന്താ ഗ്രീൻ ഏരിയയുടെ ഇമ്പോർട്ടൻസിനാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കാണിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. Look, this is Van Mohl half leaf experiment. എന്താ Van Mohl half leaf experiment പറയുന്നത്? കണ്ട, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമ്മുടെ ടെസ്റ്റ് ട്യൂബിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെക്കുകയാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിന്റെ പ്രോപ്പർട്ടി എന്താ? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് അല്ലേ. അപ്പോൾ ഈ ഒരു പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീഫ് എന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം അബ്സോർബ് ചെയ്യും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? നമ്മുടെ ഈ ഒരു അയോഡിൻ ടെസ്റ്റിന് നെഗറ്റീവ് കാണിക്കും. ഏത്? അബ്സോർബ് ചെയ്തിട്ടുള്ള ഭാഗം. സോ ഇറ്റ് ഷോസ് എ നെഗറ്റീവ് ടെസ്റ്റ് ഫോർ ദ അയോഡിൻ. മറ്റതിന് പോസിറ്റീവ് ടെസ്റ്റും കാണിക്കും. സോ ഇറ്റ് ഷോസ് ഇമ്പോർട്ടൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത എക്സ്പെരിമെന്റിലോട്ട് പോവാം. ജോസഫ് പ്രീസ്ലിയുടെ ബെൽജാർ എക്സ്പെരിമെന്റ് 1770. ഹി ഓൾസോ ഡിസ്കവേർഡ് ഓക്സിജൻ ഡിസ്കവർ ചെയ്തതും ജോസഫ് പ്രീസ്ലി തന്നെയാണ്. അപ്പം നമുക്ക് എക്സ്പെരിമെന്റ് നോക്കി നോക്കാം. ജസ്റ്റ് ഈ ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബെൽജാറിൽ മൈസിനെ ബേണിംഗ് ക്യാൻഡിലിനെ വെച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മൈസ് സഫക്കേറ്റ് ചെയ്ത് ഡെഡായി, ബേണിംഗ് ക്യാൻഡിൽ എക്സ്റ്റിങ്ക്വിഷ് ആയി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു സെറ്റപ്പിന്റെ കൂടെ ഒരു മിൻറ്റ് പ്ലാന്റും കൂടി പ്ലേസ് ചെയ്തു. ഏത് പ്ലാന്റാ? മിൻറ്റ് പ്ലാന്റ്. അപ്പം എന്താ സംഭവിച്ചത്? നമ്മുടെ ഈ മൈസ് അലൈവ് ആയിട്ടിരുന്നു ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് മിൻറ്റ് പ്ലാന്റ്. സോ ഇതിനർത്ഥം എന്താ? ദിസ് പ്ലാന്റ്സ് ക്യാൻ റീസ്റ്റോർ ദ ക്വാളിറ്റി ഓഫ് ദെയർ ദാറ്റ് ഈസ് ഡിപ്ലീറ്റഡ് ബൈ ദ മൈസ് ആൻഡ് ദ ബേണിംഗ് ക്യാൻഡിൽ. സോ ഇതാണ് നമ്മുടെ ജോസഫ് പ്രീസ്ലിയുടെ സെറ്റപ്പ്. അത് കഴിഞ്ഞ് വന്നുള്ള സയൻറ്റിസ്റ്റ് ആയിരുന്നു? ജാൻ ഇംഗൻഹൗസ് ആയിരുന്നു. ഈ ഒരു സെറ്റപ്പ് തന്നെ സിമിലർ സെറ്റപ്പ് ഡേയിലും നൈറ്റിലും വെച്ചു. ഡേയിൽ സിമിലർ റിസൾട്ട് തന്നെ കിട്ടിയത്. പക്ഷേ നൈറ്റിൽ എന്ത് കിട്ടി? നൈറ്റിൽ മൈസ് ഡെഡായി അല്ലേ. കാരണം എന്ത്? കാരണം ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് അത്യാവശ്യമാണ്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫോട്ടോസിന്തസിസ് നടന്നില്ല. സോ ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ദിസ് ഗ്രീൻ പ്ലാന്റ് എന്ത് സംഭവിച്ചു? ദിസ് മൈസ് ഇസ് ഡെഡ്. ഓക്കെ, അതേപോലെ തന്നെ ജാൻ ഇംഗൻഹൗസിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് നമുക്ക് അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ കേസിൽ കണ്ട. സൺലൈറ്റിൽ സ്മോൾ ബബിൾസ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ ലൈറ്റ് ഇൻറ്റൻസിറ്റി മാക്സിമം ഉള്ളിടത്ത്. സോ ഇതെല്ലാം ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എക്സ്പെരിമെൻറ്റ്സ് എല്ലാം കാണിക്കുന്നത്. നമ്മൾ അടുത്ത സയൻറ്റിസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. Next scientist is Julius Von Sach. Julius Von Sach എന്താ ഡിസ്കസ് ചെയ്യുന്നത്? Julius Von Sach, he already knew that plants make oxygen. ഓക്സിജൻ എന്ത് രൂപത്തിലാണ് സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാർച്ചിന്റെ രൂപത്തിൽ. എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ഗ്രീൻ പാർട്ടിൽ അല്ലേ. ഈ ഗ്രീൻ പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. സോ ജൂലിയസ് വോൺ സാച്ച് ആണ് കണ്ടുപിടിച്ചത് ഗ്രീൻ ഏരിയയിലാണ് നമ്മുടെ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യണത് എന്ന്. ഓക്കെ, ഇനി ഫൈനലി അല്ല, ഇതിന് മുന്നേ ഒരു സയൻറ്റിസ്റ്റും കൂടി ഉണ്ട്, TW Engelmann. TW Engelmann എന്ത് ചെയ്തു? ഒരു ആൽഗ യൂസ് ചെയ്തു. ഏതാണ് ആൽഗയിലും? ക്ലെഡോഫോറ അല്ലേ. ക്ലെഡോഫോറ ആൽഗനെ യൂസ് ചെയ്തു. ടെസ്റ്റ് ട്യൂബിനകത്ത് ഇട്ടു വിത്ത് എയറോബിക് ബാക്ടീരിയാസ്. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ വൈറ്റ് ലൈറ്റിനെ പ്രിസം വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ബ്ലൂ ആൻഡ് റെഡ് റീജിയനിൽ കൂടുതൽ എയറോബിക് ബാക്ടീരിയസ് അട്രാക്ട് ചെയ്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. കാരണം ഫോട്ടോസിന്തസിസിൽ ലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റിൽ തന്നെ മോസ്റ്റ് ആക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ബ്ലൂ ആൻഡ് റെഡ് റീജിയൻ ആണെന്നും അതുകൊണ്ട് തന്നെ ഹി ഡ്രൂ ദ ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം ദാറ്റ് ഈസ് സിമിലർ ടു ദ അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ക്ലോറോഫിൽ A ആൻഡ് ക്ലോറോഫിൽ B. Okay, so this is a graph. This is the absorption spectrum of chlorophyll A and chlorophyll B, and this is the action spectrum of oxygen produced. Clear?
ആൻഡ് ഫൈനലി കോർണെലിയസ് വാൻ നീൽ. ഈ ഒരു സയൻറ്റിസ്റ്റാണ് നമ്മുടെ സൾഫർ ബാക്ടീരിയനെ പറ്റി പറയുന്നത്. പർപ്പിൾ ഗ്രീൻ ബാക്ടീരിയ, ദാറ്റ് ബാക്ടീരിയ യൂസസ് H2S in place of H2O. ഫോട്ടോസിന്തസിസ് എല്ലാം ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവിടുത്തെ ബൈ പ്രൊഡക്റ്റ് സൾഫറാണ്. സോ ഓക്സിജൻ ബൈ പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ H2O തന്നെ യൂസ് ചെയ്യണം. ഇതിനായിട്ട് പ്രൂവ് ചെയ്യാൻ അവിടെ ചോദിച്ചിട്ടുണ്ട്, കണ്ടോ. ദിസ് വാസ് ലേറ്റർ പ്രൂവ്ഡ് ബൈ യൂസിങ് ദ റേഡിയോ ഐസോട്ടോപ്പ് ടെക്നിക്. ഏതാ റേഡിയോ ഐസോട്ടോപ്പ്? O18 ആണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു റിയാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസിൻ്റെ കെമിക്കൽ റിയാക്ഷൻ. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് വന്നപ്പോൾ എക്സ്പെരിമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കാണ് നമ്മൾ എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലീഫിലെ മീസോഫിൽ സെല്ല് ക്ലോറോപ്ലാസ്റ്റിനകത്താന്ന് പറഞ്ഞു അല്ലേ. അതിൽ ക്ലാമിഡോമോണാസിനാണ് ഒരു ക്ലോറോപ്ലാസ്റ്റ് ഉള്ളതെന്നും പറഞ്ഞു. ഇനി പിന്നെ നമ്മൾ വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലീഫിനകത്ത് മീസോഫിൽ സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റിനെ പറ്റിയാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്, കണ്ടോ. അല്ല, ഇവിടെ വന്നിരിക്കുന്നത് എന്താ, ഫോട്ടോസിന്തസിസ് നടക്കാൻ ഏതൊക്കെ പാർട്സ് ആണ്? ലീഫ് അല്ലാണ്ട് തന്നെ സ്റ്റെമ്മിൽ നടക്കാം, റൂട്ട്സ് നടക്കാം അല്ലേ. ഇനി മീസോഫിൽ സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കിയൊക്കെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. Optimum quantity of incident light. Chloroplast will be aligned with the flat surface parallel to the wall. വാൾസിനോട് പാരലൽ ആയിട്ട് നിൽക്കുന്നത് ഏത് കണ്ടീഷനിലാണ്? ഈവനിങ്ങിൽ ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ. ആഫ്റ്റർനൂൺ ലൈറ്റ് ഇൻറ്റൻസിറ്റി മാക്സിമം ആകുമ്പോൾ ദേ വിൽ ബി പെർപെൻഡിക്കുലർ ടു ദി ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇൻസിഡൻറ്റ് ലൈറ്റിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവർ നിൽക്കുക അല്ലേ. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ഫിനോമിന എന്തുകൊണ്ടാണ്? സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് അല്ലേ, സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി നമ്മൾ ലൈറ്റ് റിയാക്ഷൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞു. അതിൽ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു. ഡബിൾ മെംബ്രെയിൻ ആണ്, തൈലക്കോയിഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഗ്രാനൽ തൈലക്കോയിഡ് ആണ്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് സ്ട്രോമ ലാമെല്ലാണ് അല്ലെങ്കിൽ ഇന്റർ ഗ്രാനൽ തൈലക്കോയിഡ്. ഈ ഒരു തൈലക്കോയിഡ് മെംബ്രെയിനിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നതും ഈ ഒരു മെട്രിക്സിനകത്താണ് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നതെന്നും പറഞ്ഞു. ലൈറ്റ് റിയാക്ഷൻ നമുക്ക് ഫോട്ടോ കെമിക്കൽ ഫേസ് എന്നും ഡാർക്ക് റിയാക്ഷനെ കാർബൺ റിയാക്ഷൻസ് എന്നും നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. ലൈറ്റ് റിയാക്ഷൻ്റെ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? ATP, NADPH, ഓക്സിജൻ. ഈ ATP, NADPH ആണ് നമ്മുടെ ഡാർക്ക് റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. So dark reaction, it actually doesn't depend upon light, but it depends upon light products. Clear? Okay. ഇനി നമ്മുടെ ഫൈനൽ ടോപ്പിക്കിൻ്റെ പോർഷനാണ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ പെർട്ടിക്കുലർ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇത് അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റ്സ് അബ്സോർബ് ചെയ്ത് ഓരോ പിഗ്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഓഫ് ഹയർ വേവ് ലെങ്ത് അല്ലേ. കണ്ടോ, ഹയർ വേവ് ലെങ്ത്തിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പിഗ്മെന്റ് ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ആന്റനെ. ആന്റനെ can be made up of hundreds of pigment molecules. LHC is made up of hundreds of pigment molecules bound to proteins ഒക്കെ ഉണ്ട് അവരുടെ കയ്യിൽ. ആൻഡ് മെയിൻലി ഈ ഒരു ലൈറ്റ് എത്തുന്ന ഒരു ഭാഗമാണ് നമ്മുടെ റിയാക്ഷൻ സെൻറ്റർ. റിയാക്ഷൻ സെൻറ്ററിൽ നിന്നാണ് നമ്മുടെ ഇലക്ട്രോൺസ് എക്സൈറ്റ് ആയിട്ട് പോകുന്നത് റിയാക്ഷൻ സെൻറ്ററിലാണ് കെമിക്കൽ റിയാക്ഷൻസ് പെർഫോം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടോട്ടലി ഈ ഒരു സെറ്റപ്പിനെ വിളിക്കുന്ന പേരാണ് ലൈറ്റ് ഹാർവസ്റ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ലൈറ്റ് ഹാർവസ്റ്റിംഗ് കോംപ്ലക്സ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് PS1-ലും ഉണ്ട്, PS2-ലും ഉണ്ട്. പക്ഷേ PS1-ലെ റിയാക്ഷൻ സെൻറ്റർ 700-ഉം PS2-ലെ റിയാക്ഷൻ സെൻറ്റർ 680 ആണ്. അത് കാരണം നമുക്ക് PS1-നെ P700 എന്നും PS2-നെ P680 എന്നുമാണ് വിളിക്കാൻ പറ്റുക. അങ്ങനെ നമ്മളെടുത്ത ടോപ്പിക്കിൻ്റെ NCERT എക്സ്പ്ലനേഷനും കഴിഞ്ഞു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും കമൻസിൽ അറിയിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെയ്ക്കും ബൈ ബൈ. Thanks for watching.